പത്തരമാറ്റിൽ അഭിയുടെ ചതിയെ വീണ്ടും തിരിച്ചറിയുന്ന നവ്യയാണ് പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ കാണാനായിട്ട് സാധിക്കുക. നവ്യയാണെങ്കിൽ അഭിയോട് അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല. അഭി തന്നെ നവ്യയോട് പറയുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അല്ല നവ്യെ, നിന്നെ മാളവികയെങ്ങാനും വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അഭിയാണെങ്കിൽ കാര്യം അന്വേഷിക്കുമ്പോൾ തന്നെ നവ്യയ്ക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. അതായത് അഭി ഒരു ചതിയനാണെന്നും അവൻ മാളവികയെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിച്ച് കാണില്ല, എന്നോടെങ്ങാനും പറഞ്ഞു എന്നറിയാനായിട്ടായിരിക്കും അവൻ്റെ ഈ അന്വേഷണമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണമെന്ന് ചിന്തിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയൂട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ നവ്യയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അഭിയെ പാഠം പഠിപ്പിക്കാൻ പുറപ്പെട്ടിറങ്ങുന്നൊരു കാഴ്ച കാണാം. ഇതിനിടയിലാണ് മാളവികയെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നത്. ഡേവിഡ്, നാഗേന്ദ്രൻ തുടങ്ങിയ അവരുടെ ഗുണ്ടകൾ ഇപ്പോൾ അഭിയും ശത്രുവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ ആരോടും പറയാതിരിക്കാൻ അവൻ തന്നെ ഒരു ചാരയായിട്ട് മാളവികയെ മാറ്റുന്നുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ മാളവികയെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള വിവരം നമ്മുടെ നവ്യയും അറിയുന്നുണ്ട്. നവ്യ അറിഞ്ഞു കഴിയുമ്പോൾ നവ്യയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആദർശിനെ തൻ്റെ കൂട്ടുകാരി മുഖേന അറിയിച്ചു കൊടുക്കുന്നു. അപ്പോഴാണെങ്കിൽ ആദർശാണെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തി മാളവികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ തല്ലി തകർത്ത് മാളവികയെ രക്ഷിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അങ്ങനെ മാളവിക രക്ഷപ്പെടുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ കാണാനായിട്ട് സാധിക്കുക. ഇതിനിടയിൽ നമ്മുടെ ആദർശവും നാഗേന്ദ്രനും നേർക്ക് നേർ വരുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ്